അഗ്രഗണ്യനായ ഒരാൾ ഉണ്ടാകണമല്ലോ, ഒന്നാമനായി സ്ഥാപിക്കേണ്ട ഒരാളും ഉണ്ടാകും. അവരെ ആ വ്യക്തിയെ, ആ മഹാവ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ട ചുമതലയും ഈ പാനലിലായിരുന്നു. ആ പാനലിൽ ഉണ്ടായിരുന്ന ആരൊക്കെയെന്ന് ഞാൻ മറന്നുപോയി. AP ഉദയഭാനുവിനെ പോലുള്ള ആളുകളൊക്കെ ആയിരുന്നു. ഒരു വലിയ വലിയ പാനലായിരുന്നു. അവർ ഒന്നാമനായി അക്കഴിഞ്ഞ 1988 നിന്ന് പിന്നോട്ടെണ്ണിയാൽ ഒരു 100 വർഷക്കാലം, ഒരു ശതാബ്ദ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രസക്തനായ, പ്രഗത്ഭനായ, പ്രഭാവശാലിയായ മലയാളിയായി തിരഞ്ഞെടുത്തത് നാരായണ ഗുരുവിനെയായിരുന്നു. മറ്റു പല മലയാളികളുണ്ട്. പല രംഗങ്ങളിൽ പ്രവർത്തിച്ച 100 മലയാളികളിൽ നിസ്സംശയം ഈ പാനൽ തിരഞ്ഞെടുത്ത ഏറ്റവും പ്രസക്തനായ, ഏറ്റവും അസാധാരണനായ മലയാളി 1888 മുതൽ 1988 വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലം കണ്ട ഏറ്റവും വലിയ മലയാളി നാരായണ ഗുരുവായിരുന്നു. ഇതിന്റെ പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് നാരായണ ഗുരു എന്ന 1928 അസ്തമിച്ച ആ വെളിച്ചം ഇന്നും മലയാളിയുടെ നിത്യ വെളിച്ചമായി, ഇന്ത്യയുടെ വെളിച്ചമായി, ലോകത്തിന്റെ വെളിച്ചമായി ശേഷിക്കുന്നു എന്നതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ ആമുഖമായി കവിയായ നാരായണ ഗുരുവിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ വിഷയം ഇത് തന്നെയാണെന്ന് ഇവിടെ ഒരു വിഷയ നിർദ്ദേശമുണ്ട്. അത് അജയൻ സാർ അല്പസമയം മുമ്പാണ് എനിക്ക് കുറിച്ച് തന്നത്. ഗുരുവിന്റെ പരിമള ഭാരതി എന്നാണ് ആ വിഷയം. ഈ പരിമള ഭാരതി എന്താണ് ആ പ്രയോഗത്തിലൂടെ, ആ സവിശേഷ പ്രയോഗത്തിലൂടെ ഗുരുവിന്റെ കവിത്വത്തെ വിവരിക്കാൻ ഇടയാക്കുന്ന സാഹചര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. ഗുരുവിന്റെ അധികമായി ചർച്ച ചെയ്യപ്പെടാത്ത, വളരെയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കൃതിയാണ്, ഒരു ശതകകാവ്യമാണ്. ഒരുപക്ഷെ ആത്മോപദേശ ശതകം പോലെ മറ്റൊരു ശതകകാവ്യം കൂടിയേ ഗുരു എഴുതിയിട്ടുള്ളൂ. അത് ശിവശതകമാണ്. ഈ ശിവശതകത്തിന്റെ മാതൃകയിലാണ് കുമാരനാശാൻ കവിത്വത്തിന്റെ കാര്യത്തിൽ കൂടി, അല്ലെങ്കിൽ കവി എന്ന നിലയിൽ കൂടി നാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന കുമാരനാശാൻ ശാങ്കര ശതകം പോലെയുള്ള, ശിവശതകം പോലെയുള്ള ശതകകാവ്യങ്ങൾ തന്റെ കൗമാരദശയിൽ 1900 മുൻപുള്ള വിദ്യാർത്ഥി ജീവിതകാലത്ത് എഴുതുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഗുരുവിന്റെ 2 ശതകകാവ്യങ്ങളിൽ ഒന്നായ ആത്മോപദേശ ശതകം വളരെ പ്രസിദ്ധമാണ്. അതൊരു ദാർശനിക കാവ്യമാണ് എന്ന് നമുക്കറിയാം. അദ്വൈതത്തിന്റെ കാവ്യവൽക്കരണമാണ്. അദ്വൈതാനുഭൂതിയെ കുറിച്ചുള്ള വളരെ ദീർഘമായ ഒരു വാങ്മയമാണ് ആത്മോപദേശ ശതകം എന്ന് നമുക്കറിയാം. പക്ഷെ ശിവശതകം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ശിവസ്തുതിയാണ്. അതിദീർഘമായ, അല്ലെ? ശതകം എന്ന് പറഞ്ഞാൽ ദൈർഘ്യത്തിന്റെ ഒരുപക്ഷെ അനന്തതയുടെ സൂചനയാണ് ഈ ശതകം എന്നൊക്കെ പറയാം. ഇപ്പൊ 1001 രാത്രികൾ എന്ന് പറയുമല്ലോ അറബി കഥകൾക്ക്. അതിനെപ്പറ്റി